ഹായ്, ഇന്നത്തെ ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷുയി വീഡിയോയിൽ നമ്മൾ പറയുന്നത് കോറൽസും സ്റ്റാറിനെ കുറിച്ചാണ്. കലഹങ്ങൾ അല്ലെങ്കിൽ സ്ട്രെസ് ആൻഡ് ടെൻഷൻ ഉണ്ടാക്കുന്ന സ്റ്റാർ വരുന്നത് വടക്ക് പടിഞ്ഞാറാണ്, നമ്പർ 3 വരുന്നത്. ഈ വടക്ക് പടിഞ്ഞാറെന്ന് പറഞ്ഞാൽ വീട്ടിലെ ഗൃഹനാഥന്മാരുടെ ഏരിയ ആണ്. അതല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ അത് സിഇഒയുടെ അല്ലെങ്കിൽ മാനേജറൽ പോസ്റ്റിൽ ഹെഡായിട്ടിരിക്കുന്ന ആൾക്കാരുടെ ലൊക്കേഷനാണ്. അപ്പോൾ അവിടെ ഈ സ്ട്രെസ് ആൻഡ് ടെൻഷൻ കോമ്പിനേഷനും കോറൽസും സ്റ്റാറും വന്നു കഴിയുമ്പോഴുള്ളൊരു പ്രശ്നം, ഇവർ ഈ വീട്ടിലെ ഗൃഹനാഥന്മാർക്ക് എപ്പോഴും സ്ട്രെസ്സും ടെൻഷനും ദേഷ്യവും ഒക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ചെറിയ ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങി അത് ചിലപ്പോൾ വലിയ ഒരു ഫ്ലാഡപ്പ് ആയിട്ടൊരു കലഹത്തിലേക്ക് ചെന്ന് നിൽക്കാം. ചിലപ്പോൾ അത് അൺഅറ്റൻഡഡ് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ലീഗൽ ഇഷ്യൂസിലേക്ക് വരെ ചെന്ന് നിൽക്കാം. അങ്ങനെയൊക്കെ അതുമൂലം റിലേഷൻഷിപ്സിന് ഇഷ്യൂ ഉണ്ടാവാം. അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നമുള്ളൊരു നമ്പറാണ് നമ്പർ 3 ഈ വർഷം വരുന്നത്, നോർത്ത് വെസ്റ്റിലായതുകൊണ്ട്. അപ്പോൾ എങ്ങനെ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാം, എങ്ങനെ നമുക്കിതിനെ സപ്രസ് ചെയ്യാം എന്ന് നോക്കാം. 2025 ഹാർമണി ആപ്പിൾസ് എന്ന് പറഞ്ഞ ഈ ഒരു പിക്ചർ, ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും പ്രിൻ്റ് എടുത്ത് ചേർത്ത് വെച്ചൊന്ന് ലാമിനേറ്റ് ചെയ്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വെക്കുക. വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് റൂമിൽ വലുതായിട്ട് പ്രിൻ്റ് എടുത്ത് വെക്കാം. അതിൽ ഓഫീസിലാണെങ്കിൽ ഓഫീസിൻ്റെ നോർത്ത് വെസ്റ്റിൽ വെക്കാം. ഇനി വടക്ക് പടിഞ്ഞാറായിട്ടാണ് നിങ്ങളുടെ ബെഡ്റൂം വരുന്നത് അല്ലെങ്കിൽ മെയിൻ ഡോറ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയ പ്രിൻ്റ് എടുത്തിട്ട് കയ്യിൽ കൊണ്ടു നടക്കണം നല്ലതാണ്. ഇപ്പോൾ ഗൃഹനാഥൻ്റെ കയ്യിൽ കൊടുക്കുക, ഹസ്ബൻഡിൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സിഇഒയുടെ ടേബിളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാം, ഇതോടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് നമുക്കല്ലെങ്കിൽ ചീത്ത കേൾക്കാതിരിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ഫേക്ക് ആയിട്ടുള്ള ആപ്പിൾസ്, വാക്സ് ആപ്പിൾസിൻ്റെ ഒരു 6 വാക്സ് ആപ്പിൾസ് നമുക്ക് ഒരു ബൗളിലാക്കിയിട്ട് വീടിൻ്റെ നോർത്ത് വെസ്റ്റിൽ വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണറിൽ വെക്കുന്നതും നല്ലതാണ്. ഈ ഗൃഹനാഥൻ കോൺസ്റ്റൻ്റ്ലി നമുക്ക് തന്നെ അറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ ഇവരുടെ സ്വഭാവത്തിൽ പെട്ടെന്ന് ഇങ്ങനെ അവിചാരിതമായിട്ട് ദേഷ്യമോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ടെൻഷനോ സ്ട്രെസ്ഡപ്പ് ആയിട്ടോ ഒക്കെ കാണുകയാണെങ്കിൽ ഇതാണ് സംഭവം എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ ഒരു റെമഡി ചെയ്താൽ മതിയാവും. ഇനി അതുമല്ല, ചിലപ്പം ചിലർക്ക് ഈ ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷുയി പീരിയഡ് ഫെങ്ഷുയി അനുസരിച്ചിട്ടും അവിടെ നമ്പർ 3 ഉണ്ടാവും. ആനുവലും കൂടെ നമ്പർ 3 ആകുമ്പോൾ ചിലപ്പോൾ ഇത് ഒന്നും കൂടെ ട്രിഗേർഡായിട്ട് കൂടുതൽ തോന്നുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി അവിടെ റെമഡി പറഞ്ഞിട്ടുണ്ടാവും. എന്തെങ്കിലും റെഡ് കളർ സ്കീമിലുള്ള എന്തെങ്കിലുമൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുക കുറച്ചും കൂടി കൂടുതൽ പവർഫുള്ളായിട്ട് റെമഡി ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം വടക്ക് പടിഞ്ഞാറുള്ള റൂമിൽ എന്തെങ്കിലും റെഡ് കളറിലുള്ള പിക്ചേഴ്സ്, എന്ത് പിക്ചർ വേണമെങ്കിലും, റെഡ് ഫ്ലവേഴ്സോ അല്ലെങ്കിൽ റെഡ് എന്തെങ്കിലും ഒരു സൺസെറ്റോ അല്ലെങ്കിൽ സൺറൈസോ അങ്ങനെ എന്തെങ്കിലും ഒരു റെഡ് കളറിലുള്ള പിക്ചറും കൂടെ അവിടെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതും ഈ പറഞ്ഞ സ്ട്രെസ് ആൻഡ് ടെൻഷൻ, ഗൃഹനാഥനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രെസ് ആൻഡ് ടെൻഷൻ സപ്രസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷം വീട്ടിലുണ്ടാവട്ടെ, ഓഫീസിലും ഉണ്ടാവട്ടെ. എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായി വരട്ടെ. സ്ട്രെസ് ആൻഡ് ടെൻഷനൊന്നും ഇല്ലാതെ, കോറൽസ് ഇല്ലാതെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ ദിസ് ഇസ് റിഗാർഡിംഗ് ദി ആനുവൽ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ 3 ആൻഡ് ഇറ്റ്സ് റെമഡീസ്. അപ്പോൾ സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.